ഹലോ! അങ്ങനെ കാറ്റത്തെ കിളിക്കൂടി പുതിയ പ്രൊമോല് നമ്മുടെ സുഭാഷ് ഏട്ടൻ വീണ്ടും ഒരു പെണ്ണ് കാണാൻ പോവാട്ടോ. അപ്പൊ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആ പെണ്ണിനും അപ്പനൊക്കെ ഒരു കണ്ടീഷൻ പറയും. അതായത് കല്യാണം കഴിഞ്ഞാൽ ഇവര് മാറി താമസിക്കണം. അതിന് ഓക്കെ ആണെങ്കിൽ ഇവര് കല്യാണത്തിന് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ശേഷം ഇവര് ഞങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഒന്ന് ജീവിച്ച് കണ്ടാ മതി എന്ന് എല്ലാ അനിയന്മാരും നമ്മുടെ സുധീഷൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കണ്ണീരൊക്കെ ഒഴുക്കിയാട്ടോ പറയുന്നത്. എന്നെ സുഭാഷ് ഏട്ടൻ പോണേൽ എല്ലാവർക്കും ഭയങ്കര സങ്കടവുമുണ്ട്. എന്നാൽ സുഭാഷ് ഏട്ടന് ഒരു ജീവിതം ഉണ്ടാകണമെന്നും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛനാണെങ്കിൽ കൂടി ഭയങ്കര സങ്കടത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പൊ നിധി വന്നിട്ട് നമ്മുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനും സുഭാഷ് ഏട്ടൻ പോകുന്നതിൽ സങ്കടമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ആര് വന്നാലും പോയാലും എനിക്കെന്താ എന്നുള്ള രീതിയിൽ ഒന്നുമില്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നുണ്ടേ. പക്ഷെ എല്ലാവരും മാറി നിന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെയാട്ടോ. ഈവൻ സുഭാഷ് ഏട്ടൻ തന്നെ ആയാലും ഒറ്റയ്ക്ക് എല്ലാം കുറെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ സുധീഷ് നമ്മുടെ പെണ്ണിന്റെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഓക്കെ ആണ്, ഈ കണ്ടീഷൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ കൂടെ ഇവിടെ നമ്മുടെ സുഭാഷ് ഏട്ടന്റെ വീട്ടിൽ വന്ന് എല്ലാ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് എല്ലാം സെറ്റാക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. അങ്ങനെ ഈ കല്യാണമെങ്കിലും നമ്മുടെ സുഭാഷ് ഏട്ടനെ നടക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ ചോദിച്ചിരുന്നത്. സുഭാഷ് ഏട്ടൻ ആ വീട്ടിൽ നിന്നും പോയാൽ ആ വീടിന്റെ അവസ്ഥ എന്തായി തീരും? അതും വേറൊരു ചോദ്യമാണല്ലേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.